മാങ്ങ എല്ലാം കണ്ട് വിളഞ്ഞു കിടക്കുന്നു. ഇതൊക്കെ പറിച്ച് അച്ചാറിടുവോ? പഴുക്കാൻ കൊള്ളത്തില്ല. ആഹാ കാണും, അതിന്റെ ചുവട്ടിലൊക്കെ കാണും കേട്ടോ. രാവിലെ എടുത്തില്ലയോ അമ്മേ? രാവിലെ എടുത്തായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വീഡിയോയില് നമ്മുടെ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഒന്ന് ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കുക. അപ്പൊ നമുക്ക് ഒരു ഫാഷൻ ഫ്രൂട്ടാണോ? പാഷൻ ഫ്രൂട്ട്. അതെന്താ പാഷൻ ഫ്രൂട്ട്? ആരുടെയോ പാഷനാണോ ഈ ഫ്രൂട്ട്? ആണ്ട അവിടെ കിടക്കുന്നു. അത് വേറെയാ. എടുക്ക്. അത് വയലറ്റ്, ഇത് മഞ്ഞ. ഇവിടെ കുറെ അതാണ്ടിരിക്കുന്നു. ഇത് കണ്ടോ? പക്ഷേ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ചൂട് കൊണ്ടല്ലേ ഒരുമാതിരി മുരടിച്ച് വാടി നിൽക്കുക. പക്ഷെ പാഷൻ ഫ്രൂട്ട് കുറേ ഉണ്ട്. അതുകൊണ്ട് അവിടെ എല്ലാം കണ്ടോ വയലറ്റ് കണ്ടോ? ഇത് ഈ മാവിനകത്താണോ പടർന്നു നിൽക്കുന്നത്? മാവിൻ്റെ അകത്ത് മാങ്ങായും ഉണ്ട് ഇഷ്ടം പോലെ. ഇത് ഒരു പുളി, അത് ആൺപുളിയാ. ഇത് ആൺപുളി, ഇത് പെൺപുളി. ഞാണ്ട് പുളി ഉണ്ടായിരിക്കുന്നുണ്ട്. ആണ്ട് ഈ കമ്പ് ഇങ്ങോട്ട് പിടിമേ. ഇപ്രാവശ്യം ഇഷ്ടം പോലെ ഉണ്ട്. ഈ കമ്പ് ഇങ്ങോട്ട് പിടിക്കാൻ കാണിക്കാം. കണ്ടോ? എന്തേ അങ്ങനെ ഇങ്ങനെ പുളി ഇരിക്കുന്നില്ലേ? ഇത് നെല്ലിപ്പുളി. ഇതാണ്ട് ഇത് മൂവാണ്ട മാവ്. മാങ്ങ കിടക്കുന്നുണ്ടോ? പറിക്കത്തില്ലയോ അമ്മേ? പഴുക്കട്ടെ. പഴുക്കും. അത് പഴുക്കും. ഇതാണ് അപ്പായുടെ ഹണി റോസ്. വേറൊന്നും കൊണ്ടല്ല, ഇത് നമ്മുടെ ഹണി റോസ് അവരുടെ വീട്ടിൽ അബിയു പറിച്ച് ഇങ്ങനെ പഴുത്തത് പറിച്ച് എടുക്കുന്ന കണ്ടോണ്ട് പോയി മേടിച്ചോണ്ട് വന്നതാ. എന്നിട്ട് അതിന് ഹണി റോസ് എന്ന് പേര്. ഇത് എന്തോന്ന് ചോദിച്ചാ അബിയു അല്ലേ? അതെ, അബിയു. പക്ഷെ ഇത് അപ്പായുടെ ഹണി റോസ്. കാര്യമായിട്ട് അപ്പ ഇതിനെ നോക്കുകയും ചെയ്യും. പക്ഷെ ഇത് ചൂടൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. കായ ഉണ്ടായിരുന്നു. പൊഴിഞ്ഞു പോയി. ഉണക്ക് ഭയങ്കരമായിട്ട് കൂടി. അതിന് കൂടുതൽ ഉണക്ക് പറ്റത്തില്ല ഈ മരത്തിന്. പിന്നെ കൊടിയ വേനലിന്റെ ഒരു പ്രതിസന്ധി ഉള്ളത് കാരണം ഞങ്ങളുടെ ഫ്രൂട്ട് സ്വപ്നങ്ങളൊക്കെ ഇത് പൊലിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. ഒരു പ്ലാവ് നിറച്ച് ചക്ക ഉണ്ടാവുന്നതാ. ഉണങ്ങി മഴയാവും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞാൽ തിരിച്ചതുപോലെ ഇങ്ങനെ വരെയും ചെയ്യും, ചക്ക ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ ഈ ഭയങ്കര ചൂട് കാരണം ഇങ്ങനെ ഉണങ്ങി കൊട്ടനടിച്ച് നിൽക്കുക. പിന്നെ ഞങ്ങളുടെ എത്ര ഉണക്കായാലും ഒരു രീതിയിലും അഫക്ട് ചെയ്യാത്ത മൾബറിയാണിത്. ഇതിപ്പോ ഒരു സെറ്റ് കഴിഞ്ഞ് ഞങ്ങളിത് തിന്ന് മടുത്ത് അടുത്ത സെറ്റ് ഉണ്ടായപ്പോ ഞങ്ങൾക്ക് വേണ്ടായിരുന്നു. പിന്നെ മൊത്തം ഇവിടെ കുറെ ബുൾബുളുകളുണ്ട്. ബുൾബുൾ എല്ലാം ഉണ്ട്. ഇവിടെ ഒരുപാട് കിളികളുണ്ട്. അതുകൊണ്ട് പിന്നെ ഇത് ഫുള്ള് അവരാ തിന്ന് നിർത്തുക. ഈ സെറ്റ് ഫുള്ള് ഇത് നിറച്ച് പൂത്തിക്കുമായിരുന്നു, കൊല കുത്തി പൂത്തിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം അവരാ കൊണ്ടുപോയി. നമുക്ക് പിന്നെ തിന്ന് മടുത്ത്. നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുമ്പോഴാണ് ഇതിനൊന്നും ഒരു വിലയില്ലാത്ത. നേരത്തെ ഞാനിപ്പം ഇവിടെ വന്നപ്പോഴാണ് ഇത് ഇത്രയും കണ്ടങ്ങ് വയറ് നിറഞ്ഞു. പക്ഷേ വേറെ വീടുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ വലിയ കൊതിക്ക് പോയി പറിച്ച് തിന്നുമായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ വലിയ വിലയൊന്നുമില്ല. കഴിഞ്ഞ ടൈമില് നമ്മള് ജാം ഉണ്ടാക്കി. ഇത് കണ്ട് മുള്ളാത്ത ഇതോ ഇതിനകത്തുണ്ടോ? കായ ഉണ്ടായി കിടക്കുന്നു. നീ കണ്ടില്ലേ? ദാണ്ടടി. കണ്ടോ? ആഹാ, ഇനി അത് ചൂടത്ത് പോവായിരുന്നാ മതി. ഇത് ഞാൻ കണ്ടില്ലായിരുന്നു. മുള്ളാത്ത ഒരെണ്ണേ ഉള്ളോ? അല്ല, അത് മണ്ടയ്ക്കുണ്ട്. അതിന്റെ മണ്ടയ്ക്കെല്ലാം ഉണ്ട്. പിന്നെ പേരയ്ക്കകത്ത് പൂത്ത് വലിയ പറഞ്ഞ പോലെ ചൂടും വേനലും ഒന്നും അത്ര അങ്ങോട്ട് അഫക്ട് ചെയ്തിട്ടില്ല. അല്ല മരത്തിനും പേരയ്ക്കെന്നൊക്കെ പറയൂടെ. ഇത് കണ്ടോ? പൂവുണ്ടോ? നിറച്ച് പൂവാ. ഈ വരുന്നേം നിറച്ച് പൂവാ. പക്ഷേ കുഴപ്പമില്ല. ഇത് പിന്നെ ചാമ്പയ്ക്ക ഇഷ്ടം തിന്നു. പക്ഷെ എന്നാലും ഇപ്പൊ ആ ചൂട് അങ്ങോട്ട് ചെയ്തു കരിയുന്നുണ്ട് കേട്ടോ. ഇലയെല്ലാം ഒരുമാതിരി ആയി. എന്നുവെച്ചാൽ നമുക്ക് തന്നെ പുറത്ത് ചൂടിറങ്ങിക്കുന്നില്ല. ഇവര് കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ തന്നെ അങ്ങ് നിൽക്കൂല. അവർക്ക് അങ്ങോട്ട് ഓടിപ്പോകാനൊന്നും പറ്റത്തില്ലല്ലോ. ആ വെയില് മൊത്തം കൊണ്ടങ്ങ് നശിക്കും. പിന്നെ അതിപ്പോ നമുക്ക് അവര് ആഗ്രഹം. ഇത് കണ്ട് ചൂട് കാരണം ഇത് കണ്ടോ? ഇതെന്തോ തുടങ്ങിട്ടോ. ഇതാണ് നമ്മുടെ പൊമഗ്രാനൈറ്റ്. അതെന്തോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പുകൾക്കൊന്നും തിന്നാനൊന്നും ഇല്ല. അവര് വന്നിട്ട് ഇതെല്ലാം തിന്നോണ്ടങ്ങ് പോവാ. നമുക്കൊന്നും കിട്ടും. ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ ഈ ചൂട് കാരണം അത് അങ്ങ് മുരടിച്ച് കരിഞ്ഞങ്ങ് പോകും. നമുക്ക് ഇതുവരെ കഴിക്കാൻ കിട്ടിയിട്ടില്ല. ഇതിന്ന് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതങ്ങനെ പിടിച്ചു കിട്ടുന്നതും അല്ല. നോക്കി, എന്നാലും ഇവിടെ ഉണ്ടായി. ഇത് പിന്നെ പറയണ്ട. അയ്യോ, ഇഷ്ടം പോലെ. ലൗലോലിക്കയുടെ അവസ്ഥ നോക്ക്. കണ്ടോ? അത് ഉണങ്ങി. ഇത് താഴെ വരെ അങ്ങ് ഉണങ്ങി കേട്ടോ. ഇതാണ് അവക്കാഡോ. ഏതാ ഇതോ? ഏത് മൂടോടുണങ്ങിപ്പോയി. ഇത് കണ്ടു കഴിഞ്ഞാ അവക്കാഡോ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഞാൻ വിചാരിച്ച അമ്മ എന്തിനോ ഒത കൊടുത്ത് നിർത്തിയേക്കോ. ഇത് അവക്കാഡോയാ. ഇത് ജാതി.
ഇത് ജാതിക്കയാണോ? ആ ജാതിക്കായ ജാതി. ആ അതെ. ഇതുണ്ടായിട്ടുണ്ടോ? ഇല്ലില്ല, അതാണ്ട് കണ്ടോ ഉണക്ക് പിടിക്കുന്നുണ്ടോ സൈഡെല്ലാം. ജാതിയൊക്കെ വലിയ മരമാവണ്ടേ ഉണ്ടാവണമെങ്കിൽ? ഇല്ല, ഇത് ഹൈബ്രിഡ് എളുപ്പം ഉണ്ടാവും. ഇത് താണ്ട് റംബൂട്ടാൻ, അത് കണ്ടോ. റംബൂട്ടാന്റെ സീസണേ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട്. ഉണ്ട്. അത്യാവശ്യം അത് നല്ലതുവാ, നല്ല വലിയ നല്ല മധുരമുള്ള സംഭവം. പക്ഷെ ഇതെല്ലാം ചൂട് ഉണങ്ങി ഇലയെല്ലാം കരിഞ്ഞു. കൊലയുണ്ടായി നിക്കുന്നുണ്ട്. ദാണ്ട് വിളഞ്ഞടാ, വിളഞ്ഞു നിൽക്കുവാ. പക്ഷെ ദാണ്ട് എടുക്കണ്ടേ? അല്ല, അത് ഒന്നും കൂടെ ആവട്ടെ. ദാണ്ട് പക്ഷെ അത് ഉണക്ക് പിടിച്ച കണ്ടോ, ഇങ്ങോട്ട് മറിയുക, ഒടിഞ്ഞു വീഴുവത്. ഇത് എന്തുവാ, ഇത് ഏതാ മാവ്? ബെങ്കനാപ്പള്ളി. ദാണ്ട് മാവിന് ഇത്രയും വേനലാണെങ്കിലും അതാണ്ട് ഇത് തളിർത്ത് കണ്ട പുതിയ ഇലകളും വരുന്നുണ്ട്. പ്രശ്നമൊന്നും, മാവ് കുഴപ്പം വരുന്നില്ല, മാവിന് പ്രശ്നമില്ല. അതാ കുറച്ച് ഇങ്ങനത്തെ സീസണിൽ ഉണ്ടാവുന്ന പെട്ടെന്ന് വളരുകയും ചെയ്തു. ഇത് നമ്മൾ തിന്ന ഒരു മാങ്ങയുടെ ഇത് കൊണ്ടിട്ടതാ, കണ്ടോ ഇത്രയായി വലുതായി പെട്ടെന്ന്. ഇതാണ് ഉണ്ടമ്മേ. കായുണ്ടോ? എന്തിയേ താണ്ടേ എന്തിയേ പറിക്കാറായതാ? പഴുത്തതാ, ചെറുതാ. ഇതാണ് ഇത് താഴെയൊക്കെ ഉണ്ട്, പക്ഷെ ചൂട് കാരണമാ. കണ്ടോ വലിയ കായാവുന്നതാ. ഞാൻ എന്റെ ജീവിതത്തിൽ ഇവിടാണ് ഇത് ആദ്യമായിട്ട് കാണുന്നത്. പക്ഷെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതല്ല ഇഷ്ടപ്പെട്ടത്, ഇത് എന്റെ ആ ഒരു എഫക്റ്റ് ആണ്. ഇത് ശരിക്കും മിറക്കിൾ ഫ്രൂട്ട് തന്നെയാ. മാങ്ങയുണ്ട്. അപ്പൊ സെറ്റ് ആക്കാം. ഇതിങ്ങനല്ലായിരുന്നു, നല്ല ലൈവ് ഒരു പ്ലാന്റ് ആയിരുന്നു. ഇതിപ്പോ ഒരുമാതിരി ഉണങ്ങി മുരടനടിച്ച് നിക്കുന്നു. ഇത് എന്തോ ഓൾ സീസൺ മാങ്ങ അതിനകത്തോണ്ട്. ശരിയാ. പക്ഷെ കഷ്ടം തോന്നും, ഒരുമാതിരി ഫുഡ് കിട്ടാത്ത മാങ്ങയുടെ കൂട്ടിരിക്കുന്നു. ഇത് നമ്മുടെ തെങ്ങ്. എന്റെ കർത്താവേ, ചെല്ലി കേറി 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 എല്ലാം ഞാൻ കുത്തിപ്പറിച്ചൊക്കെ എടുത്ത് എന്തായാലും ഇതിനെ ഇത്രയാക്കി. നല്ലതായി വരുവാ അത്. ഇത് കണ്ട് ഒരു മംഗോസ്റ്റിനാ, ഇത് കണ്ടോ ഉണക്കടിച്ചത്. എന്നിട്ട് ഞാൻ ബക്കറ്റിൻ്റെ അകത്ത് വെള്ളം കൊണ്ടൊഴിക്കുന്നതാ, നടക്കത്തില്ല. ഇത് ഒരു ഓൾ സീസൺ അടുത്തത്. അതുകൊണ്ടാ ഇത് കണ്ടു. ദാണ്ട് ഈ മാവൊക്കെ എന്താ അമ്മ ഇങ്ങനെ നിൽക്കുന്നത്? ഉണക്കിന്റെ ആടി. ചക്ക കണ്ടോ? ചക്ക ഞങ്ങൾക്ക് പഴുത്ത് കിട്ടാറില്ല, എല്ലാം വേറെ അവന്മാര് കൊണ്ടു. അല്ല, അതുകൊണ്ട് അതും കണ്ടോ മാന്തി തുടങ്ങിയില്ലയോ. നമ്മൾ ഇച്ചിരി പഴുക്കാൻ വേണ്ടി ഇവിടെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അണ്ണാന്മാർ, കിളികൾ ഇതൊന്നും നമുക്ക് തരാറില്ല. ഇത് ചെല്ലി കുത്തിയാന്നമ്മേ? ഇത് ചെല്ലി കുത്തി. ഇത് ഏതാ, ഏത് തെങ്ങ? ഇത് ഗംഗാവുണ്ട്. അതെ, ഇതല്ലേ അമ്മേ സപ്പോട്ടാ? അതെ, നിപ്പുണ്ട്. സപ്പോട്ട കണ്ടോ, സപ്പോട്ട. ഇതൊക്കെ വലുതായി കിട്ടൂടെ? ഇതൊക്കെ അങ്ങ് വല്ലോക്കെ അങ്ങ് തിന്നും. ഇതിലുണ്ട് കായുണ്ട്. ഇത് കുരുമുളക് കൊണ്ട് താണ്ട് ഇതേല് കണ്ടോ, കുരുമുളക് കണ്ടോ? തൊണ്ടൊക്കെ കായുണ്ട്. അത് ഉണക്കടിച്ചു. ദാണ്ട് അതിലുണ്ട് കുരുമുളകുണ്ട്. ഈ മാവില് മാങ്ങ ഉണ്ടാവത്തില്ല അമ്മ? അതേ മാങ്ങ ഉണ്ടാവത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതേ കുരുമുളക് കയറ്റി വിട്ടത്. ചീനിയൊക്കെ കണ്ട് ഉണക്കിന്റെ കൂടുതൽ കൊണ്ടായിരിക്കും ഇല്ലയോ വെടിച്ച് കീറിയൊക്കെ നിൽക്കും. ചീനിയൊക്കെ നമ്മൾ പിഴുതെടുക്കുമ്പോഴത്തേക്ക് ചീനി ചെതല് തിന്നു. കാരണം ചെതലിനൊന്നും ഈ വേനലിനൊന്നും തിന്നാനൊന്നും ഇല്ലായിരിക്കും. എന്തുവാണ് ഇത്? പക്ഷെ നല്ലൊരു മംഗോസ്റ്റിനാ. ഇത് പിന്നെ നമ്മുടെ അടുത്തായോണ്ട് ഇലയൊക്കെ അല്ല, എന്നാലും നമ്മുടെ അടുത്തായോണ്ട് എപ്പോഴും വെള്ളവും ഒഴിക്കും, വെള്ളവും വിട്ട് എല്ലാം എടുക്കാം. പക്ഷെ അതാണ്ട് നിറച്ച് വലുതായി. അത് ഇനിയിപ്പോ എളുപ്പം പിടിക്കും. ഇനി ഒത്തിരി വലുതാവണോ പിടിക്കണേ? ഇല്ല, വർഷമാണെന്ന് തോന്നില്ലയോ, 5 വർഷം ബറാബ. ഇഷ്ടം പോലെ അടുത്ത പിന്നെയും സീസൺ വരുന്നുണ്ട്. കണ്ടോ കണ്ടോ? നമ്മളൊരു വീഡിയോ ഇട്ടായിരുന്നു, ഒരു ഷോട്ട് ഇട്ടായിരുന്നു. യെല്ലോ കളറില് ഇഷ്ടം പോലെ ഉണ്ടാവുന്നതാണ്. സൂപ്പർ സംഭവം. നല്ല ഗുണമൊക്കെ ഉള്ള വൈറ്റമിൻ സി എല്ലാം ഭയങ്കര ഗുണമുള്ള സാധനമാണ് ഇത്. ബേബി മാംഗോസ്റ്റിൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഉണ്ടോ? ഒരു ഉണങ്ങിപ്പോയ ഒരു കായുണ്ട് ഇങ്ങനെ യെല്ലോ കളറില് ഉണ്ടാവുന്ന. നീ ഇത് കണ്ടില്ലായിരുന്നു? സൂപ്പർ. ഇത് ഒരുമിച്ചാ സാധാരണ എല്ലാം കൂടെ പഴുത്ത് ഇതും കിളികൾ കൊണ്ടുപോകാനാണ്. ഇവിടുത്തെ എല്ലാം കിളികളാണ് മെയിൻ ആൾക്കാർ ഇവിടുത്തെ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടുപോകുന്നത്. പിന്നെ അവർക്കും എന്തെങ്കിലുമൊക്കെ വേണ്ടേ കഴിക്കാൻ, പാവങ്ങൾ. ചൂടും പിടിച്ച് നമുക്ക് വായിലോട്ടങ്ങ് ഇടാം. നല്ലതായിരിക്കും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. ഇനിയും നമുക്ക് ഒരു ചെറിയുണ്ട്. ആണോ? ഉണ്ടോ? നീ കണ്ടോ? അതോട് പഴുത്തിരിക്കുന്നടി. ഉണ്ടാവുന്ന എല്ലാം കരിയുക കേട്ടോ. ആപ്പിൾ ചെറി നമ്മൾ അച്ചാറൊക്കെ ഇടാൻ ഉപയോഗിക്കും. ഉണ്ടാവുമ്പോ ഇഷ്ടം പോലെ ഉണ്ടാവും. ഇപ്പം ആയി വരുന്നുണ്ട്. അതിനകത്ത് ഗ്രീൻ ആയിട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട് ഉള്ളിലെല്ലാം. നിൽക്കുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട്.
ഇതെല്ലാം ഉണ്ടായതാ, കായ ഉണ്ടായി, 2-3-4 ഉണ്ടായിരുന്നു. പക്ഷെ കഴിക്കാൻ കിട്ടിയില്ല. അതങ്ങ് കിളി കൊണ്ടുപോയി പഴുത്ത്. കവർ കെട്ടിയിടണമെന്ന് തോന്നില്ലയോ? കവർ കെട്ടിയിടണോന്ന് പറയുന്നത് കേട്ടു. ശരിയാ, അല്ലെങ്കിൽ കിട്ടത്തില്ല. ഇത് പണ്ട് നല്ലപോലെ കിളിച്ചു. ഇതും വേണ്ട, വെയിലടിച്ച് മഞ്ഞിക്കുന്നുണ്ട്. നമ്മളെന്തോ ചെയ്യാനാ. ഇത് കണ്ട് നമ്മുടെ പറങ്കാവ് പൂത്ത് കണ്ട് പൂ നിൽക്കുന്നു. നാരകം 2-3 ഉണ്ട്. ഇതൊന്ന് കീർത്താമേ. മിറക്കിൾ ഫ്രൂട്ട് വെച്ച് കഴിക്കാനായിരിക്കും അല്ലയോ? ഞാൻ അപ്പോഴത്തേക്ക് മിറക്കിൾ ഫ്രൂട്ട് കഴിക്കാം. നമ്മളാണ്ട് ഇത് മിറക്കിൾ ഫ്രൂട്ടേ, ഇത് കഴിക്കണം. വിളഞ്ഞ മാങ്ങായാ ദാണ്ട്. ഇനി ഇത് കഴിച്ച് അടുത്ത മാങ്ങ അങ്ങോട്ട് തിന്നി. നല്ല മധുരം. ഓ ഓ അല്ല, നമ്മള് ഇങ്ങനെയല്ല തിന്നുന്ന. നമ്മൾ ഇച്ചിരി മറ്റേ പുളി ഉണ്ടല്ലോ, ചമ്മന്തി അരക്കുന്ന, എന്തോ എൻ്റെ പേര്, പിഴിപുളി. അതൊക്കെ തിന്നണം. നല്ല മധുരം. മാങ്ങ പഴുക്കണ്ട. ഇവിടെ വന്നിട്ടാ ഇത് കാണുന്നത് ആദ്യമായിട്ട്. ഇത് കഴിച്ച് ഇച്ചിരി കഴിഞ്ഞേച്ച് ഏത് പുളിയുള്ള സാധനം തിന്നാലും നല്ല മധുരമായിരിക്കും. മിറക്കൾ തന്നെ. അപ്പൊ നമ്മളിന്നൊരു എന്താ പറയുന്നത്, വെറുതെ വൈകിട്ട് ഇപ്പൊ ഭയങ്കര ചൂട് കാരണം നമ്മുടെ ഫ്രൂട്ട്സുകളെല്ലാം ചെടികളെല്ലാം ഒന്നിനും ഒരു എക്സിസ്റ്റൻസ് ഇല്ലാതായിട്ടിരിക്കുക. നമ്മളെത്ര വെള്ളം ഒഴിച്ചാലും എങ്ങനെ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും ആ നട്ട വെയിൽ നിന്ന് കൊള്ളുമല്ലേ ഇതുങ്ങൾ. അപ്പൊ അതുകൊണ്ട് ഞങ്ങളുടെ ഫ്രൂട്ട് സ്വപ്നങ്ങളൊക്കെ ഇതിൽ വാടി നിൽക്കുക. പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടുന്നതാണ് ഈ മാങ്ങ, പാഷൻ ഫ്രൂട്ട്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. പിന്നെ മഴ ഇടയ്ക്ക് ഇപ്പൊ 2-3 പ്രാവശ്യം മഴ പെയ്യും. അതും വലിയ മഴയൊന്നും പെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അപ്പൊ മഴയൊക്കെ ഒന്ന് നല്ലതായിട്ട് പെയ്തിട്ട് നമ്മളിപ്പോ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ ചെടികളൊക്കെ അങ്ങ് ഇപ്പൊ ഉള്ളതിനെ ഒന്ന് ജസ്റ്റ് സംരക്ഷിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഈ വെയിലൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും അല്ലേ അങ്ങനത്തെ കൃഷികളൊക്കെ കുറച്ച് കാര്യമായിട്ട് ഇറങ്ങാന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ മഴ പെയ്യാതൊന്നും നടക്കത്തില്ല. അപ്പൊ ഞങ്ങൾ അതൊക്കെ ഒന്ന് നോക്കാനും ജസ്റ്റ് ഈ ഒരു അവസ്ഥ കാണിക്കാനും ഒക്കെ ആയിട്ടൊരു വീഡിയോ എടുത്തതേ. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ഈ പറയുന്ന പോലെ വേനലില് ഈ ഒരു അവസ്ഥയാണോ ആണെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യണം. നിങ്ങളത് സംരക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്താൽ നല്ലതായിരിക്കും. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.